Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയോ? റീഡ് ചെയ്തായിരുന്നോ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എവിടം വരെയായിരുന്നു നമ്മൾ എടുത്തു നിർത്തിയത്? ഓർമ്മയില്ലേ ആർക്കും? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നേ? കേൾക്കുന്നുണ്ട്. എവിടം വരെയായിരുന്നു എടുത്തു നിർത്തിയത്? ഐശ്വര്യ നദീറ കഴിഞ്ഞ ക്ലാസ് ഞാൻ ഇപ്പൊ ഒരു മാസമായിട്ട് കേറിയില്ലായിരുന്നു, ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട്. അല്ലേ? ഓക്കെ, എന്താണെന്ന് പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? മിസ്സേ കമ്മ്യൂണിക്കേഷൻ അല്ലായിരുന്നു. സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, അത് തുടങ്ങിയാണ് എടുക്കേണ്ടത് അല്ലേ? സെന്റർ മെസ്സേജ് ചാനൽ അത് കഴിഞ്ഞ് എന്റെ ഒരു ക്ലാസ് മിസ്സായിന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മിസ് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സെന്ററും എന്താ വോയിസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കുഞ്ഞ് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, എഴുതി കൊണ്ടുവരണം എന്നും പറഞ്ഞു. ചെയ്തായിരുന്നോ അത്? ആ ചെയ്തു. ദീപാവലി ചെയ്തോ? ആ അത് എങ്ങനെയാണ് ഒന്ന് പ്രസന്റ് ചെയ്യാമോ? പ്രസന്റ് ഞാൻ എഴുതിയേക്കും പോലെ ശരിയായിട്ടൊന്നും അറിയില്ല, ഞാൻ ചുമ്മാ ഒന്ന് പറയാം. പറഞ്ഞോളൂ കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ മിസ്സേ. ഓക്കെ. എല്ലാവരും ആക്ടിവിറ്റീസ് ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ, ചെയ്തവര്. മിസ്സേ ഞാൻ എഴുതിക്കൊണ്ട് ബുക്ക് മാറിപ്പോയി. ബുക്ക് മാറിപ്പോയോ? ബുക്ക് മാറിപ്പോയി. ഒരു മിനിറ്റ്, ഞാൻ ഒന്നുകൂടി കുഴപ്പമില്ല, നോക്കി എടുത്താൽ മതി. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നോക്കാം ആ സമയം കൊണ്ട്. വേറെ ആരാ ചെയ്തിരിക്കുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റി? ടീച്ചർ കോൺവെർസേഷൻ അല്ലേ? കോൺവെർസേഷൻ ആയിരുന്നു. എനിക്കും ക്ലിക്ക് ആവുന്നില്ല, കാരണം കുറച്ച് ദിവസമായില്ല, പല കാര്യങ്ങളും തലയിലുള്ളതുകൊണ്ട്. എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ആ ഒരു ഇത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരുന്നത്? സെൻഡർ, റിസീവർ, അതുപോലെ ചാനല്, അതൊക്കെ വെച്ചിട്ട് എഴുതാനല്ലേ പറഞ്ഞിരുന്നത്? ഫീഡ്ബാക്ക്, സെൻഡർ, നോയിസ്, അങ്ങനെയാ. അപ്പൊ ഞാൻ നമ്മുടെ രണ്ടുപേരുടെയാണ് എഴുതിയേക്കുന്നത്. മിസ്സിന്റെ നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഒരു 4 ലൈനേ ഉള്ളൂ. അതില് സെന്റർ അശ്വതി മാമാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞു ഞങ്ങൾക്ക്. അപ്പം റിസീവർ ദീപ, ഗുഡ് മോർണിംഗ് മാം. അശ്വതി മാം ഓക്കെ ദീപ. അതിന്റെ ഇടയ്ക്ക് മാം ഐ ഹാവ് എ ഡൗട്ട് എന്ന് പറയുകയാണ് ഞാന്, സെന്റർ ആയിട്ട് ഞാൻ പറയാ. അപ്പൊ അവിടെ ഒരു നോയിസ് ആയിട്ട് ഇതില് പാർവതി എന്ന് പറഞ്ഞൊരാളുണ്ടോന്ന് അറിയില്ല, എന്റെ നെയിം പാർവതിയാ, അങ്ങനെയായിരുന്നു, മാറ്റിയതാണ് ദീപ എന്ന്. അപ്പൊ പാർവതി എന്ന് ഞാൻ തന്നെ ഒരു നോയിസ് ആയിട്ട് വന്നേക്കുവാ. അപ്പൊ മാം സൗണ്ട്, പുള്ളിക്കാരത്തിയുടെ മൈക്ക് സൗണ്ട് ഓണാ ഇതാണ്. അപ്പം മാം പറയാണ് പ്ലീസ് മ്യൂട്ട് മൈക്ക് പാർവതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചെറിയൊരു കോൺവെർസേഷൻ മോഡൽ, അത്രേ ഉള്ളൂ, അത്രേ എഴുതിയുള്ളൂ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ചെയ്തപ്പോ. അങ്ങനെ എഴുതിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു 5 ലൈനേ ഉള്ളൂ എനിക്ക്. പറഞ്ഞല്ലോ, അത് മതി. വേറെ ആരാണ് ചെയ്തിട്ടുള്ളത്? മാം ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ സെന്ററും
മാത്രമേ ഉള്ളൂ. സെൻഡറും റിസീവറും. ഓ, ഞാൻ സെൻഡർ ആയിട്ടും സെയിൽസ്മാൻ ആണ്. ഒരു ബുക്ക് ഷോപ്പിൽ പോയിട്ട് സെയിൽസ്മാൻ റിസീവർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് വായിക്കട്ടെ. വായിച്ചോളൂ. പക്ഷേ ഈസ് ദ ബുക്ക് ഈസ് ലോർഡ് കൃഷ്ണ ബുക്ക് സെയിൽസ്മാൻ റിസീവർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. യെസ്, കാൻ ഐ ഹെൽപ്പ് യു? പിന്നീട് ഞാൻ പറയണ ഐ ഹാവ് കം ടു ബേ എ ബുക്ക്. റിസീവർ പറയണ വിച്ച് ബുക്ക് ഡു യു വാണ്ട്? വീണ്ടും ഞാൻ പറയണ ഡു യു ഹാവ് വിഷ്ണു പുരാണം? സെയിൽസ്മാൻ യെസ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർ ബുക്ക്. അത്ര എഴുതിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ ഗൗരിപ്രിയ. സെൻഡറും റിസീവറും മാത്രമേ എഴുതിയിട്ടുള്ളൂ. നോയ്സ് ഒന്നും എഴുതിയില്ല. ഓക്കെ, ഇനി വേറെ ആരാണ് എഴുതിയിട്ടുള്ളത്? നിങ്ങൾക്കൊരു കാര്യം അറിയില്ല, ഒരാളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അപ്രീഷിയേഷൻ കൊടുക്കണം അല്ലെ? നമ്മള് ഒരു ക്ലാപ്പ് കൊടുക്കണ്ടേ ഒരു കാര്യം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാല്? എല്ലാവരും മിണ്ടാതിരിക്കണതൊന്നും പഠിച്ചിട്ടില്ലേ? ഒരു കുഞ്ഞു കുട്ടിയാണ് അത് ചെയ്യുന്നതിൽ കൂടിയും ആ കുഞ്ഞു കുട്ടി അത് ചെയ്യുമ്പോൾ തെറ്റുണ്ടാവാം ചിലപ്പോ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാപ്പ് കൊടുക്കണം. കാരണം അവനെ എൻകറേജ് ചെയ്യുന്നതാണത്. മിണ്ടാതിരിക്കരുതിട്ട് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ആരെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാല് അതിൽ ക്ലാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക ആളെ. ഓക്കെ, അടുത്തത് ആരാണ്? വേറെ ആരാണ് ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നേ? 2 പേര് ചെയ്തിട്ടുള്ളോ? ഇത്രയും പേരോട് പറഞ്ഞിട്ട് വിശദമായിട്ട് മനസ്സിലാക്കി തന്നതല്ലേ? ചെയ്തിട്ടുണ്ടെങ്കില ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ. ഞാൻ ഇതിന് മുന്നേ ചെയ്തത് എങ്ങനെയാന്ന് അറിയില്ല. ഞാൻ എന്താ കോൺവെർസേഷൻ എഴുതിയിരിക്കുന്നുണ്ട് വെറുതെ. സിസ്റ്ററും ബ്രദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. സിസ്റ്റർ, ബ്രദർ, can you help me with maths homework? It is too hard. Brother, of course I can sister. അതിലെ സെൻഡർ സിസ്റ്ററും റിസീവർ ബ്രദറും. സിസ്റ്റർ, okay, well, first I have to tell you the type of math. It is multiplication and division. Brother, okay, for the first problem it's 2 into 3. Is it? If you add 2 together 3 times, you get 6. So 6 is the answer. Then do you have another question? Sister, പോയോ? ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ചെയ്യാനായിട്ട്? ഇല്ല. അപ്പൊ 3 പേരാണ് ആക്ടിവിറ്റി ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 പേര്. അതിനകത്തൊന്ന് ദീപ ഉണ്ണി, പിന്നെ ഗൗരിപ്രിയ, അഖില. 3 പേര് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, 3 പേരുടെ പേരുകള്. ഓക്കെ, ബാക്കിയുള്ളവര് എന്താണ് ചെയ്യാത്തത്? ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാത്തതാണോ അല്ലെങ്കിൽ ചെയ്യാത്തതാണോ? എന്താണ്? ഹലോ ടീച്ചർ, ഞാനൊരു മാസമായിട്ട് ട്രെയിനിങ് പോയിരുന്നു. ഇപ്പൊ കേറിയിട്ടുള്ള മിസ്സിന്റെ ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, അത് കാരണമാണ്. ഞാനും അങ്ങനെ എനിക്കും ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഹോംവർക്ക്. ഞാനും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം മാം. ഞാനും ട്രെയിനിങ്ങിലായിരുന്നു. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ട്രെയിനിങ് ഒക്കെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ? കംപ്ലീറ്റ് ചെയ്തു മാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങള് നമുക്ക് ലൈവായിട്ട് മനസ്സിലാക്കാൻ പറ്റി അല്ലേ? അതെ. കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിച്ചോ? അവർക്ക് ഗെയിമിനോടൊക്കെ കൂടുതൽ ഇഷ്ടം. ഓരോ ഗെയിമുകൾ കളിക്കാനും അതുവഴി ഓരോന്ന് ചെയ്യാനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അവർക്ക്.
ആ, ആ. രാവിലെ നമ്മളെ കാണുമ്പോഴേ ടീച്ചറെ ഗെയിം കളിക്കാന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കൂടും. നല്ല ചൈനീസ് എക്സ്പീരിയൻസ് ആണ്. സൈമൺസീസ് ഒക്കെ പഠിപ്പിച്ചോ? അതൊക്കെ പഠിച്ചോ? ഓക്കെ. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ദിവസവും അങ്ങനെ വരും. ആ. രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാന്നാ പറയാ. ഓക്കെ. മറ്റുള്ളവർക്ക് എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിങ്? ജിംസൺ ജോൺസി, അശ്വതി ബാബു. ട്രെയിനിങ് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. ആ. പിന്നെ ഒരു കാര്യം പറയണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ട്രെയിനിങ്ങിന് പോകുമ്പോ നമ്മള് ക്ലാസ്സിന്റെ കാര്യം അവിടെ HMന്റെ അടുത്ത് സംസാരിച്ചപ്പോ കുറച്ചു പേർക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ കിട്ടിയായിരുന്നു കേട്ടോ. 1 മണിക്കൂർ നമ്മൾ ചോദിച്ച മിസ് നമുക്ക് അല്ല അവിടുത്തെ HMനോടൊന്ന് സംസാരിച്ചാൽ നമുക്ക് തരും. നമ്മൾ ഏതെങ്കിലും ഒരു റൂമിലേക്ക് അവര് നമുക്ക് അതിനുള്ള സൗകര്യം തരും. എനിക്ക് കിട്ടിയായിരുന്നു. കമ്പ്യൂട്ടർ ലാബിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് കയറി 10 തൊട്ട് 11 വരെ ക്ലാസ് അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. ക്ലാസ് മിസ്സാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആർക്കെങ്കിലും ചോദിക്കാൻ മടിയില്ല. നമ്മൾ പോയി നമ്മുടെ ഇതൊക്കെ സൈൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ ഒന്ന് ചോദിച്ചാൽ മതി. കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ സ്കൂളിൽ കിട്ടി കേട്ടോ എനിക്ക്. ക്ലാസ് മിസ്സായില്ല. എന്റെ ഒരൊറ്റ ക്ലാസ് പോലും മിസ്സായില്ല എനിക്ക്. ചില സ്കൂളുകളിൽ പെർമിഷൻ കൊടുക്കുന്നുണ്ട്, എന്നാൽ ചില സ്കൂളുകളിൽ അത് സമ്മതിക്കില്ല. അത് മുമ്പത്തെ ബാച്ചിലെ കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവര്. അവര് പെർമിഷൻ ചോദിച്ചിട്ട് കൂടി, കാരണം ധാരാളം പേര് ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ് മുമ്പത്തെ ബാച്ചില്. അപ്പോ ചില ക്ലാസ് ഇതുപോലെ തന്നെ മിസ്സായിട്ടുണ്ട്. പ്രാക്ടിക്കൽ ഏരിയ ഒക്കെ വരുമ്പോ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് ലൈവായിട്ട് ചെയ്യിപ്പിക്കും ഞങ്ങള്. അപ്പൊ ചെയ്യിപ്പിക്കുമ്പോൾ ഇവര് ഓരോരുത്തർക്ക് ഉണ്ടാവില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കിയെടുക്കണം. വീണ്ടും സപ്പോർട്ട് ക്ലാസ് കണ്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പാടാണ്. നിങ്ങൾക്ക് ഇപ്പൊ വരുന്നില്ല, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ വരിക. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. എന്നാലും ചില സ്കൂളുകളിൽ പെർമിഷൻ കൊടുക്കുന്നില്ല. ചില സ്കൂളുകളിൽ അവിടുത്തെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ HM ഇതുപോലെ ഇരിക്കും നമുക്ക് പെർമിഷൻ തരുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മളൊന്ന് ചോദിക്കാതിരിക്കരുത്. എന്താണ്, നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെങ്കിലോ. അപ്പൊ ചോദിക്കാതിരിക്കരുത് കേട്ടോ. ഓക്കെ. ഞാൻ ട്രെയിനിങ്ങിന് പോയത് എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ? എന്താണ്? ട്രെയിനിങ്ങിന് പോയ എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ? പറഞ്ഞോ മോളെ. പറഞ്ഞു. നവംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 1 മാസമാണ് എനിക്ക് തന്നിരുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ അതിന്റെ ട്രെയിനിങ് പീരീഡ് ആയ കാരണമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ. അവർ ആദ്യം പറഞ്ഞത് ഫുൾ ഡേ ഇരിക്കാനാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാ ഹാഫ് ഡേ കഴിഞ്ഞാൽ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഹാഫ് ഡേ ആണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഓട്ടോമാറ്റിക് അവിടേക്കുള്ളത് തന്നെ പ്രിപ്പയർ ചെയ്യണ കാരണം റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അവർ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ഇങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. കാലത്ത് തന്നെ അവിടെ ക്ലാസ് എടുക്കണ നേരത്ത് നിങ്ങൾ ഉണ്ടായാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് അങ്ങനെ അവിടെ വെച്ച് ടൈം തന്നില്ല. പക്ഷെ ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ പോകുമ്പോൾ പിന്നെ അവിടെ റെക്കോർഡ് ക്ലാസ് കാണാം എന്നുള്ളതിലാണ് അവരത് തന്നെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അവർക്ക് പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ളത് മാത്രം ഉണ്ടാക്കാനും അല്ലെങ്കിൽ എഴുതാനും ലെസൺ പ്ലാൻ എഴുതാനും ഒക്കെ ആയിരുന്നു ടൈം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുഴപ്പമില്ല. ആക്ടിവിറ്റീസ് ഉണ്ട് കൂടുതൽ. അവിടുത്തെ പിള്ളേർക്ക് കൂടുതൽ ഡ്രോയിങ്ങിനോടായിരുന്നു കമ്പം. അപ്പൊ അവര് ചെല്ലുമ്പോഴേക്കും തുടങ്ങും ഡ്രോയിങ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പഠിക്കാൻ ഫസ്റ്റ് പീരീഡ് തന്നെ അവര് 2 പീരീഡാണ് അവിടെ കൂടിയിട്ട് LKG വരെ പഠിപ്പിക്കണുള്ളൂ. അത് കഴിഞ്ഞ ആക്ടിവിറ്റീസ്, അതുപോലെ മറ്റേ അവിടെ ചിൽഡ്രൻസ് ഡേയുടെ റിലേറ്റഡ് സോങ്, സ്റ്റോറി അങ്ങനത്തത്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഡേ ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്തായിരുന്നു നവംബർ 28 അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയ സോങ്, ആക്ഷൻ സോങ്, അങ്ങനത്തെ സ്പീച്ച്, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അല്ലാതെ അവര് പോർഷൻ അധികം തന്നിരുന്നില്ല. 2-3 ടോപ്പിക് ആദ്യം ചെന്ന അവസരത്തിൽ ഇതൊന്നും എടുക്കുമെന്ന് ചോദിക്കും. പിന്നെ അവര് കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. അത് കാരണം പിന്നെ അത്ര ഇത് വന്നിരുന്നില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിഞ്ഞു. അവിടുന്ന് സൈനൊക്കെ വാങ്ങി പോകുന്നു. അങ്ങനെ. അശ്വതി ബാബു എന്തായിരുന്നു എക്സ്പീരിയൻസ്? മിസ്സേ, ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലാണ് പോയിരുന്നത്. ആ സ്കൂളിലാണെങ്കിൽ മറ്റേ സാധാ TTC ഉണ്ടല്ലോ, ഗവൺമെന്റ് TTC ആയിട്ടുള്ള കുട്ടികളാണ് ഇതുവരെയും വന്നിട്ടുള്ളത് അവിടെ. അപ്പൊ ഞാനാണ് ആദ്യം മോണ്ടിസോറിയുടെ TTC ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ലെസൺ പ്ലാനാണ് അവർ മറ്റേ കുട്ടികൾ അതിനു മുമ്പ് വന്ന മറ്റേ TTC-ക്കാർക്കെന്ന് പറഞ്ഞാൽ ലെസൺ പ്ലാൻ 21 ലെസൺ പ്ലാൻ അവർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴാ ഒരു രീതിയെ അവർക്ക് അറിയാവുള്ളത്. ലെസൺ പ്ലാൻ ആയിരുന്നു ഒത്തിരി ഇമ്പോർട്ടൻസ്. അപ്പൊ അതിന്റെ കൂടെ എനിക്ക് അവിടെ എന്റെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സമയം തരുന്നു. പിന്നെ അവര് പോർഷൻ തീർക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കിട്ടിയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ വീഡിയോ നമ്മളെ ഓൺലൈൻ ക്ലാസ്സിലായാലും നമ്മുടെ റെക്കോർഡിന്റെ ഒരു കാര്യങ്ങളും എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിരുന്നില്ല. എന്ന് വെച്ചാൽ അത് പോയ 1 മാസവും നല്ല ജോലിയായിരുന്നു.
അവിടെ ഈ ഒരു മോണ്ടിസോറിയുടെ ഒരു മെത്തേഡ് ഇവർക്ക് അറിയത്തില്ല. ആ ഒരു പ്രൈവറ്റ് സ്കൂൾ ആ ഒരു രീതിയിലുള്ള നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ. അപ്പം അവർക്ക് ഇതിന്റെ ഒരു മെത്തേഡും അറിയത്തില്ല. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ തന്നെയും എന്താ ചാർട്ട് പേപ്പർ, അതേപോലെ നമ്പർ കാർഡ്, അങ്ങനെയുള്ള എല്ലാം തയ്യാറാക്കിയേ ക്ലാസ്സിൽ കയറ്റത്തുള്ളൂ. അപ്പൊ കുട്ടികളെ നോക്കുമ്പോൾ പിന്നെ മറ്റേവര് വരുന്ന കണക്ക് തന്നെ പഠിത്തത്തിന് മുൻതൂക്കം. അതുകൊണ്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, മറ്റേ മിസ്സന്മാര് ചോദിച്ച് എന്താ ഞാൻ പോകുന്നതിന് വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ കൊച്ചുങ്ങൾ പറഞ്ഞ ഇല്ല, ഈ മിസ്സേ എപ്പോഴും അങ്ങ് പഠിപ്പിക്കുക, അതുകൊണ്ട് കൊള്ളത്തില്ല. വേറെ ഔട്ട്ഡോറിന് കൊണ്ടുവന്ന ഒരു മിസ് ഉണ്ട്, ആ മിസ്സിനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. കാരണം പ്രൈവറ്റ് സ്കൂളിൽ ഒന്ന് ചെന്ന് കഴിയുന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വേറെയാ. കാര്യം അവർക്ക് ആദ്യമായിട്ടുള്ള ഒരു കുട്ടിയാ ഞാന് ഈ മോണ്ടിസോറിയുടെ ചെയ്തത്. അപ്പൊ ഞാൻ കൊണ്ടുപോയ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് അവർ ലെസൺ പ്ലാൻ കറക്റ്റ് എഴുതണമായിരുന്നു. ആ ലെസൺ പ്ലാൻ നല്ല സ്ട്രിക്റ്റാ, നമുക്ക് സൈൻ ചെയ്ത് തരുത്തതേ ഇല്ല. ആ ലെസൺ പ്ലാനകത്തുള്ള കാര്യങ്ങളേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഒരു ലെസൺ പ്ലാൻ ഒന്ന് സൈൻ ചെയ്യിക്കാൻ 3-4 വട്ടം റെക്കോർഡ് എഴുതിയ ആളാണ്. അതുകൊണ്ട് എന്റെ ഈ ഒരു ട്രെയിനിങ് പീരീഡ് ഞാൻ ജീവിതത്തിൽ മറക്കത്തുമില്ല. ആ രീതിയിലുള്ള അതേപോലെ നല്ല സ്ട്രിക്റ്റ്. കാര്യം ഞാൻ 1 എഴുതി 2 എഴുതി ഞാൻ 1 മണി 2 മണി സമയത്ത് ഞാൻ വന്നിരുന്ന് മാക്സിമം ഞാൻ ശ്രമിക്കും ഈ റെക്കോർഡ് ക്ലാസ് എനിക്ക് അതാത് ദിവസത്തെ കാണാൻ. അപ്പം അതിനുള്ള ടൈം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം പിറ്റേ ദിവസത്തേക്ക് അവർക്ക് പറഞ്ഞാണ് വിടുന്നത്, ഇന്നത് ചെയ്യണം, ഇന്നത് ഓരോ പോർഷൻ പറഞ്ഞു വിടുമ്പോൾ നമ്മള് റെക്കോർഡ് ലെസൺ പ്ലാൻ മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ സൈൻ ചെയ്യത്തില്ല. അവർക്ക് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയില. അപ്പോഴ് എന്നോട് പറയുന്ന ലെസൺ പ്ലാൻ വേണം, പിന്നെ ഇപ്പൊ വെച്ചുള്ള വാക്കുകളാ വേർഡ്സാ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ കാർഡ് കൊണ്ട് ചെല്ലണം. അതേപോലെ പ്ലക്കാർഡ് പോലെ എഴുതി തയ്യാറാക്കണം. അതിന്റെ കൂടെ ചാർട്ട് പേപ്പറിനകത്ത് A മുതൽ Z വരെ എഴുതി നമ്മൾ ചാർട്ട് പേപ്പർ പ്രസന്റേഷൻ നടത്തിയതിന് ശേഷമേ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് തരുത്തുള്ളൂ. അങ്ങനെ എന്തായാലും എനിക്ക് ഇച്ചിരി ഹെവി വർക്കായിരുന്നു. അല്ലാതെ നമ്മള് പിന്നെ റൈം പഠിപ്പിക്കാനുണ്ട്. ലെസൺ പ്ലാൻ എഴുതുന്നതിനകത്ത് നമുക്ക് റൈം ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, ഇൻഡോർ ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു മാസം മറ്റേ TTC-ക്കാരുടെ പോലെ തന്നെ 21 ലെസൺ പ്ലാനും കംപ്ലീറ്റ് ചെയ്ത്. എന്നിട്ട് തന്നെ അത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ട് തന്നെ എനിക്ക് 100-ല് മറ്റേ ഗ്രേഡിംഗ് ഷീറ്റിനകത്ത് മാർക്ക് ഇട്ടത് 96 ഫുള്ള് തന്നില്ല. കാര്യം ഫുള്ള് തന്നു കഴിഞ്ഞാല് നമ്മക്കൊരു ഇതല്ലയോ, ഞങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോഴ് ഇവിടെ നിങ്ങൾ ട്രെയിനിങ് അല്ലയോ, അപ്പൊ ട്രെയിനിങ് ചെയ്യുന്നവര് ആ ഒരു രീതി നിങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികളാ. അതുകൊണ്ട് ഫുൾ മാർക്കുള്ള ഇതൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെയുള്ള എനിക്ക് കാരണം വിഷമം ആവരുതെന്നും പറഞ്ഞായിരിക്കും അതിന് മുമ്പേ എന്നോട് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല എഫേർട്ടാ. ഇവിടെ ഈ ഗ്രൂപ്പിനകത്ത് ഓരോരുത്തരും മെസ്സേജ് ഇടുന്ന കാണുമ്പോ ഞാൻ എന്തുവേ എഫേർട്ടാ എടുക്കുന്നെന്നുള്ളത് എനിക്ക് മാത്രം അറിയാം. നല്ല ഒരു പ്രൈവറ്റ് ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാ പിന്നെ ഞാൻ 1 മാസം കംപ്ലീറ്റ് ചെയ്തു. സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇനി നമ്മുടെ ലെസണിലോട്ട് പോവാം. സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയാണ് എടുക്കേണ്ടതെന്ന് തോന്നുന്നത് അല്ലെ? അത് പറഞ്ഞായിരുന്നു തോന്നുന്നല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് കംപ്ലീറ്റ് ചെയ്തു മിസ്സേ. കംപ്ലീറ്റ് ചെയ്തല്ലേ? കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷനും പറഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ എടുത്തത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഒന്ന് റീഡ് ചെയ്യുക. നിങ്ങൾ റീഡ് ചെയ്തായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിലത്? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ റീഡ് ചെയ്യാം കേട്ടോ നമ്മുടെ.
റീഡ് ചെയ്ത് കഴിയുമ്പോഴൊന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. The communication between the teacher and the students in the classroom for transforming information is called the classroom communication. ഒരു ക്ലാസ് റൂമില് ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, കമ്മ്യൂണിക്കേഷൻ അഥവാ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു കമ്മ്യൂണിക്കേഷനില് ടീച്ചറും സ്റ്റുഡന്റും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്ലാസ് റൂം ആവുമ്പോൾ അവിടെ ടീച്ചർ ഉണ്ടാകും, ദെൻ സ്റ്റുഡൻസും ഉണ്ടാവും. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ എന്ത് പറയുന്നു, ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോ ഇവിടെ ഒരു 3 മെത്തേഡിലാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. സെക്കൻഡ് വൺ ഈസ് വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിംഗ്. തേർഡ് വൺ ഈസ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്. ഈ 3 എണ്ണം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട മെത്തേഡ് ഏതാണെന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് കൂടി നിങ്ങൾ പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്. ഇവിടെ എന്താ പറയുന്നേ, ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് ആ ടീച്ചർ എടുക്കുന്ന സബ്ജക്റ്റുകളാകാം, അല്ലെങ്കിൽ സബ്ജക്റ്റിന് പുറമെ ചില മാനേഴ്സ് ആവാം, മോറൽസ് ആവാം. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോ ടീച്ചർ ഒരു മാത്സ് എടുക്കുന്ന ടീച്ചർ ആണെങ്കിൽ ആ ഒരു ക്ലാസ് ടീച്ചർ ആയിരിക്കാം ചിലപ്പോ. ആ മാത്സ് ആ സബ്ജക്ട് മാത്രമല്ല കുട്ടികൾക്ക് പാസ് ചെയ്യുന്നത്, മറിച്ച് കുട്ടികൾ ക്ലാസ് റൂമിൽ പാലിക്കേണ്ട ചില മാനേഴ്സ് ഉണ്ട്, ചില മോറൽസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചർക്ക് ടീച്ചറുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ടാകാം അല്ലെ, ക്ലിയർ കട്ട് ആയിട്ടുള്ള വ്യൂ പോയിന്റ് ഉണ്ടാവാം. എല്ലാവർക്കും എന്റെ അഭിപ്രായത്തിൽ എല്ലാ വ്യക്തികൾക്കും എന്ത് വേണം, വ്യൂ പോയിന്റ്സ് ഉണ്ടാവണം അല്ലെ. അവർക്ക് അവരുടേതായിട്ടുള്ള, ഇപ്പൊ നിങ്ങളാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ടാകണം. അത് നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ എന്താണ്, ആരെങ്കിലും വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ വ്യൂ പോയിന്റ്സ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷാർപ്പായിട്ട് തന്നെ എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടീച്ചർ എന്ന് പറയുന്നത് സ്പീക്കറാണ്. സ്പീക്കിംഗ് ആൻഡ് ലിസ്ണിംഗില് ടീച്ചറാണ് സ്പീക്കറായിട്ട് വരുന്നത്. ലിസ്ണർ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ ലിസ്ണേഴ്സ് അല്ലെങ്കിൽ കേൾവിക്കാരൻ ആരാണ്, സ്റ്റുഡൻസും. പറയുന്ന ആള് ടീച്ചറുമാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാല് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണിത്, ഈ ഒരു സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും നന്നായിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാനായിട്ട് സാധിക്കും. ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് കേൾവിക്കാർക്ക് എന്താണെന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് നല്ല യോഗ്യതകളോടുകൂടിയല്ലേ ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അവർക്ക് എന്തായാലും നല്ല രീതിയിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം മാനേജ്മെന്റിന് ഉണ്ടാകും. ആ ഒരു രീതിക്കാണ് എന്ത് ചെയ്യുക, അവരവിടെ അപ്പോയിന്റ് ചെയ്യുക, അവരുടെ യോഗ്യതകൾ അനുസരിച്ച്. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നവരായിരിക്കും. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കും. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഏത് തലത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണോ കൊടുക്കേണ്ടത് അത് അവർക്ക് കൊടുക്കാൻ കൂടി സാധിക്കുന്നതാണ്. അപ്പൊ ഇതൊരു സിംപ്ലസ്റ്റ് വേ ആണ്. അതായത് സ്പീക്കിംഗ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള വേ ആണ് നമുക്ക് പറയുന്നത്. ഇനി അത് പറയുന്നുണ്ട്, പറയാനായിട്ട് അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കൂടി സാധിക്കും. അങ്ങനെയും പറയുന്നുണ്ട്. ഞാനൊരു ടീച്ചറാണ് അല്ലെ, ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറെ കാര്യങ്ങൾ അതിലൂടെ എനിക്ക് പഠിച്ചെടുക്കാനും കൂടി സാധിക്കും. അപ്പൊ ടീച്ചർ എന്ന് പറയുന്ന ഒരു ആളിന്റെ റോൾ എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും സ്പീക്ക് ചെയ്യുക, ആളുകളെ കാര്യങ്ങൾ പഠിപ്പിക്കുക,
പ്രധാനമായിട്ട് കുട്ടികളെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. സബ്ജക്റ്റ് മാത്രമല്ല, മോറൽസ് അതുപോലെ തന്നെ മാനേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറയുക. ഓക്കെ, ഇത് പ്രധാനമായും സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെയാണ് ക്ലാസ് റൂമിൽ പോകുന്നത്. ഇനി ഇത്തരത്തില് ഇപ്പോ ഒരു ക്ലാസ് റൂം ആവുമ്പോൾ ടീച്ചർമാർ പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു. ഇങ്ങനെ ഒരു രീതി 85% ടീച്ചർമാർ ഈ ഒരു രീതിയാണ് പിന്തുടരുന്നത്. നമ്മുടെ സിസ്റ്റത്തില്, നമ്മുടെ സ്കൂൾ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡാണ് നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കുക. സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ അത് കേൾക്കുന്നു, അവരത് മനസ്സിലാക്കുന്നു. ആ ഒരു വേയിലാണ് സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് മുന്നോട്ട് പോകുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ് കേട്ടോ. ഓക്കെ, അതായത് ഇവിടെ ടീച്ചർ എന്താണ് ചെയ്യുന്നത്? വിഷ്വലൈസ് ചെയ്യാണ്. അതായത് ഈ ഒരു മെത്തേഡിൽ പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറയുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. ധാരാളം കാര്യങ്ങൾ, അല്ലെങ്കിൽ ധാരാളം മോഡലുകൾ കാണിക്കുന്നു, പിക്ചേഴ്സ് കാണിക്കുന്നു, ചാർട്ടുകൾ കാണിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്നത് കേട്ടോ. ധാരാളം കാര്യങ്ങൾ കാണിക്കുന്നു. അതായത് ഇപ്പോ നമ്മൾ ഒരു ടീച്ചർ ഒരു കാര്യം പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. ഒരു സബ്ജക്ട് എടുത്തു. ഇപ്പോ സോഷ്യൽ സയൻസിൽ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് എടുത്താണെന്ന് വിചാരിക്കാം. അപ്പൊ ടീച്ചർ ആ റിവേഴ്സിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അത് കേൾക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾ ചിലപ്പോ എന്ത് ചെയ്യും, കുറച്ച് കേട്ടിട്ട് കുറച്ച് അവരുടെ മനസ്സിൽ അവരുടെ ബ്രെയിനിൽ നിൽക്കുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അവര് മറന്നു പോവാണ് ചെയ്യുക. ആദ്യത്തെ രീതിയാണെങ്കിൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് മാത്രമാണെങ്കിൽ ഒരാൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, കുട്ടികൾ അത് കേൾക്കുന്നു. പകുതി കാര്യം മറന്നു പോകും, പകുതി കാര്യം അവരുടെ ബ്രെയിനിലുണ്ടാവും. പക്ഷേ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു, റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ അത് ബോർഡിൽ വരച്ച് കാണിക്കുന്നു. ഇന്ത്യയിൽ കുറെ നദികൾ ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് കേരളത്തിൽ തന്നെ 44 റിവേഴ്സ് ഉണ്ട്. അപ്പൊ കേരളത്തിലെ റിവേഴ്സിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആ റിവേഴ്സ് ഒന്ന് ജസ്റ്റ് ബോർഡിൽ ഒന്ന് വരയ്ക്കുന്നു. എവിടെയാണ് എന്റെ സോഴ്സ്, എവിടെയാണ് എന്റെ മൗത്ത്, ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലൂടെ അത് ഒഴുകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ടീച്ചർ ബോർഡിൽ വരയ്ക്കുന്നു. അല്ലെങ്കിൽ ടീച്ചർ ഒരു അറ്റ്ലസ് എടുത്തിട്ട് അതെന്ത് ചെയ്യുന്നു, കേരളത്തിന്റെ ഒരു മാപ്പ് എടുത്ത് വന്നിട്ട് അതെന്ത് ചെയ്യുന്നു, കാണിച്ചു കൊടുക്കുന്നു, ഷോ ചെയ്യിപ്പിക്കുന്നു. ഇവിടെയാണ് അത് ഒഴുകുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ഒരു ചാർട്ട് പേപ്പറിൽ ആ ഒരു റിവറിന്റെ ഫ്ലോ മാത്രം വരച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് കുട്ടികളോട് പോയിന്റ് ചെയ്യാനായിട്ട് പറയുന്നു. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്ന രീതിയിലാണ് വരുന്നത്. നിങ്ങളിപ്പോ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ ചാർട്ട് പേപ്പറിലൊക്കെ കൊണ്ടുപോകാറില്ലേ? എന്തിനാണ്? അതായത് കുട്ടികൾക്ക് എളുപ്പത്തിൽ അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അത് കാണുന്ന കുട്ടി, അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന കുട്ടി ഒരിക്കലും ഒരു കാര്യവും മറക്കില്ല. ഒരു ബ്രെയിൻ എന്നും ഉണ്ടാവും അത്. കാരണം അവർക്ക് വിഷ്വലൈസ് ചെയ്യാണത്, കാണുവാണ്. കേൾക്കുക മാത്രമല്ല, ഒരു കാര്യം നമ്മൾ കാണുമ്പോഴാണ് അത് നമ്മുടെ ബ്രെയിനിൽ എന്ത് ചെയ്യുക, തങ്ങി നിൽക്കുക. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യുക, അത് തങ്ങി നിൽക്കുക. കാണുന്ന കാര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുക. നമ്മൾ കണ്ടിട്ടില്ല, ദൃശ്യം എന്ന് പറയുന്ന മൂവി നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? അതിനകത്ത് എന്ത് ചെയ്യാണ്, ആ ഒരു ക്യാരക്ടർ, ലാലേട്ടന്റെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം സിനിമകൾ കാണുന്നുണ്ട് അല്ലെ? ആ സിനിമകൾ കണ്ടാണ് അദ്ദേഹം ആ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ഒരു ഇത് തീർക്കുന്നത് അല്ലെ? സ്റ്റോറിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യുന്നു, ആ സിനിമകൾ കണ്ടിട്ടാണ് എന്ത് ചെയ്യുക, ഒരു സ്റ്റോറി അവിടെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോ അതുപോലെ തന്നെയാണ് നമ്മൾ കേൾക്കുന്ന കാര്യത്തിനേക്കാളും നമ്മുടെ കാണുന്ന കാര്യത്തിനാണ് കൂടുതൽ, നമ്മുടെ വിഷ്വൽ എഫക്റ്റിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും ഇത് ഉണ്ടാവില്ല. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കുറെ ടീച്ചർമാര് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും മറക്കാത്ത എന്തെങ്കിലും ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്കോ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അത് മറക്കാൻ പറ്റാത്തത്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും? ഇപ്പോഴും നിങ്ങൾ മറക്കാത്തൊരു ടോപ്പിക് ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? അതായത് ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവാത്ത എന്തെങ്കിലും ഒരു വിഷയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാഠഭാഗമോ നിങ്ങളുടെ മനസ്സിലുണ്ടോ? ആരാണ് പറഞ്ഞത്? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ
ഇയറിന്റെയും ഒക്കെ മോഡൽസ് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബയോളജി മറ്റേ ചെറിയ ചെടി കൊണ്ടുവരാൻ പറയും ഞങ്ങളുടെ അടുത്ത്. അപ്പൊ ടീച്ചർ അതിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ലീഫ്, റൂട്ട്, സ്റ്റെം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ പുറത്തിറക്കി പറയും നമ്മളോട് ഒരു ചെടി പൊടിച്ചുകൊണ്ട് വരാൻ പറയും. മിക്കവാറും കുറുന്തോട്ടിയാണ് എല്ലാവരുടെയും കൈ കിട്ടുക. ഞങ്ങളുടെ സ്കൂളിന്റെ നിറയെ അതുണ്ടായിരുന്നേ. അപ്പൊ അതായിരിക്കും എല്ലാവരും പറിച്ചുകൊണ്ട് വരിക. എന്നിട്ട് ടീച്ചർ ഇങ്ങനെ അത് കയ്യിലെടുത്ത് ഇങ്ങനെ അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രെയിന് അങ്ങനെയുള്ള മോഡൽസ് സ്റ്റാഫ് ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇപ്പോഴും മനസ്സിൽ അങ്ങനെ മായാതെ നിൽക്കുന്നുണ്ട്. +2 ഒക്കെ ചെല്ലുമ്പം അത് കാണിക്കാൻ കൊണ്ടുപോകുമല്ലോ. പിന്നെ ലാബിലൊക്കെ ചെല്ലുമ്പോൾ പാമ്പുകളെ അങ്ങനെയൊക്കെ സ്പിരിറ്റിലിട്ട് വെച്ചേക്കുന്നത് അങ്ങനെയെല്ലാം കൊണ്ട് നടന്ന് കാണിക്കുക, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മള് അത് കാണാനൊരു ഭയങ്കര ഭ്രൂണമൊക്കെ നമ്മളങ്ങനെ ഇങ്ങനെ പടങ്ങളിലൊക്കെ അല്ലാതെ ശരിക്കും കാണാനായിട്ട് പറ്റിയിട്ടില്ല. ലാബിലൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങളെ ബയോളജിയുടെ സമയത്ത് കൊണ്ടുപോകുമായിരുന്നു. ലാബിൽ കൊണ്ടുപോയി കാണിച്ചു തരുമായിരുന്നു. അപ്പൊ ചെറിയ ആനക്കുട്ടിയുടെ ഒക്കെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. കുഞ്ഞി ആനക്കുട്ടീനെയൊക്കെ പിന്നെ പലതരം പാമ്പുകളെയൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ബേബീസിനെയൊക്കെ. ഓക്കെ, അതൊക്കെ മായാതെ നിൽപ്പുണ്ട് അല്ലെ? ബാക്കിയുള്ളവർക്ക് അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമല്ലോ അതുങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മായാതെ നിൽക്കുന്ന, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ എന്തായാലും ഉണ്ടാകും. ടീച്ചർ പഠിപ്പിച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പല കാര്യങ്ങൾക്കും മോഡൽസിലൂടെ, ചാർട്ട് പേപ്പറിലൂടെയൊക്കെയാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഐഡിയാസും കാര്യങ്ങളും, അതായത് ടീച്ചർക്ക് എന്താണോ പറയാനുള്ള കാര്യങ്ങള് അവരുടെ തോട്ടുകളൊക്കെ ഡ്രോയിങ്സിലൂടെ, ഡ്രമാറ്റൈസേഷനിലൂടെ, അതായത് വരകളിലൂടെ, പിന്നെ ഡെമോൺസ്ട്രേഷൻ, പ്രസന്റേഷനിലൂടെ, ഫിലിംസ്, ടെലിവിഷൻ ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഫിലിംസ് അല്ലെങ്കിൽ ടെലിവിഷൻ, ഞാൻ പറഞ്ഞു നമ്മളൊരു സിനിമ കണ്ടാൽ നമ്മൾ മറക്കാറില്ല അല്ലെ? നമ്മൾ പല കാര്യങ്ങളും ചെറിയ ക്ലാസ്സിൽ തുടങ്ങി നമ്മൾ പഠിച്ചു പോന്നിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ അതൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു മൂവി നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കഥ മൊത്തം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് എല്ലാ മൂവീസിന്റെയും സ്റ്റോറി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നമ്മള് കാണുന്നോണ്ട്, വിഷ്വലി കാണുന്നു, നമ്മൾ കാണുന്ന പതിഞ്ഞിരിക്കൂലേ? പതിഞ്ഞിരിക്കും. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവും, നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവും. പിന്നെ നമ്മളത് കാണുകൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്തത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ പല പല മൂവീസ് ഉണ്ട്. ഇപ്പോ സ്കൂളുകളിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്, പ്രൊജക്ടറിൽ കാണിക്കുന്നില്ലേ, മൂവീസ് ഒക്കെ കാണിക്കാറില്ലേ, ഷോ ചെയ്യിപ്പിക്കാറില്ലേ? ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മള് ഈ ഇടക്ക് ഇറങ്ങിയ ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്ന മൂവി, പൃഥ്വിരാജിന്റെ മൂവി. അതൊരു നോവലായിരുന്നു, ബെന്യാമിൻ കാളുടെ നോവലാണ് ആടുജീവിതം എന്ന് പറയുന്ന മൂവി. അപ്പോ ആ നോവല് വായിച്ചിട്ടുള്ളവരുണ്ടോ ഇതിനകത്ത്? നോവല് വായിച്ചിട്ടുള്ളവരുണ്ടോ? നോവല് വായിച്ചിട്ടുണ്ട്. നോവല് വായിച്ചിട്ട് ആ ഒരു സിനിമ കാണുമ്പോ ഉണ്ടല്ലോ, ആ നോവലിൽ അത്രയും ലെങ്ത് ഇല്ലാത്ത പോലെ തോന്നും സിനിമ. കാരണം നോവല് വായിച്ച് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആ നജീബ അനുഭവിച്ച കാര്യങ്ങൾ ഒരുപാടുണ്ട്. കുറെ വർഷങ്ങളുണ്ടല്ലോ, എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളില് അത്രയും കാര്യങ്ങൾ, അതിനേക്കാളും കാര്യങ്ങൾ ശരിക്കും നോവലിൽ ഉൾക്കൊള്ളിച്ച പോലെ നമുക്ക് തോന്നുന്നുണ്ട്. മൂവിയിലാവുമ്പോ ആ 2.5 മണിക്കൂറിൽ അവർക്കത് അത്രയും ചെയ്യാൻ പറ്റുന്നിടത്തോളം അവര് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിലെ പൃഥ്വിരാജിന്റെ ഒക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണിക്കുമ്പോൾ അതൊരു, പക്ഷെ എങ്കിലും ആ നോവല് വായിച്ചവർക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ അത് അത്രയും ഇല്ലാത്തത് കുറച്ച് കുറവായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും എന്ന് തോന്നുന്നു എനിക്ക്. ശരിയാണ്, അത് അഭിപ്രായം. ഞാൻ ആ നോവല് വായിച്ചത് 2012 ആ നോവല് വായിച്ചത്. 2012 ആ നോവല് വായിച്ചപ്പോൾ ആ നോവൽ ഇപ്പോഴും എന്റെ മനസ്സിൽ, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, ആടുജീവിതം മൂവി ഞാൻ കണ്ടിട്ടില്ല, കാണാനായിട്ട് തോന്നിയിട്ടില്ല. കാരണം ആ നോവലിന്റെ കാര്യങ്ങള് ആ മൂവിയിൽ ഉണ്ടാവില്ല. കാരണം ആ നോവല് നമുക്ക് തന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില അറിവുകളുണ്ട്, അതുപോലെ ചില ഇമോഷൻസ് ഉണ്ട്. അത് പക്ഷെ നമുക്ക് ആ മൂവിയിൽ കാണാനായിട്ട് പറ്റില്ല. കാരണം ആ നോവൽ എന്ന് പറയുന്നത് അത്രയധികം നമ്മൾക്ക് ഒരു വിഷ്വലൈസിങ് ഇഫക്റ്റ് തന്നിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത.
അദ്ദേഹത്തിന് അത് വിഷ്വലൈസ് ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ നോവലിന്റെ ഓരോ വരിയും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ ചിത്രം മനസ്സിൽ നമ്മുടെ തെളിയാണ്. അങ്ങനെയല്ല റെനീഷ സലീമേ? യെസ് ടീച്ചർ. പിന്നെ അതില് നമ്മൾ നോവൽ വായിച്ചപ്പോ ശരിക്കും നമ്മൾ ആ ലോകത്ത് നമ്മൾ നജീബിനോടൊപ്പം സഞ്ചരിക്കുകയാണ് ചെയ്യണത്. അത്രയ്ക്കും ശരിക്കും വിഷ്വൽ കണ്ടതിനേക്കാളും ഒരു ഫീലിങ്സ് ആണ് ബെന്യാമിൻ എന്നൊരു നോവലിസ്റ്റ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആ ഒരു നോവലില്. അപ്പൊ നമ്മൾ ഈ സിനിമ കാണുമ്പോ അതും ഇതുമായിട്ട് കുറച്ച് ഡിഫറെന്റ് ഉണ്ട്. കാരണം ഇതില് സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അത് അവര് കുറച്ചുകൂടെ ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ അതിലുള്ള കുറച്ച് ആഡ് ചെയ്ത് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ആഡ് എന്ന് വെച്ചാൽ നജീബിന്റെ അനുഭവങ്ങളല്ല, പുറത്തുള്ള എന്താ പ്രണയങ്ങൾ അങ്ങനെയൊക്കെ ഒരു കുത്തിക്കയറ്റൽ പോലെ അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇത്. അല്ലാണ്ട് നജീബിന്റെ അനുഭവം ശരിക്കും പൃഥ്വിരാജും കൂടെ അത് രണ്ടും നോവലും ഇതും കൂടെ നോക്കുമ്പോൾ മൂവിയും കൂടെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു രണ്ടും ഒരു ഇതില്ലാത്ത പോലെ തോന്നുക. അതാണ്. അല്ലാണ്ട് ഈ നോവൽ വായിക്കാണ്ട് പോയിട്ട് ആടുജീവിതം എന്നുള്ള സിനിമ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ ഇഷ്ടപ്പെടാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നോവലാണ് എനിക്കിപ്പോഴും മനസ്സിൽ ആ ഒരു നജീബിന്റെ അനുഭവം ഇതുമായിട്ട് എനിക്കിപ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ മൂവി കാണുമ്പോ അത് വേറൊരു ഇതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിയാണ്. അത് അത്രയും വിഷ്വലൈസിങ് ഇഫക്റ്റ് ആ നോവലിൽ കൊണ്ടുവരുന്നുണ്ട് അദ്ദേഹം. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ നിന്ന് അത് ആ ചിത്രം മായാതെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചില നോവൽസ് ഉണ്ട് നമ്മുടെ മലയാളത്തിലായാലും അതുപോലെ ഇംഗ്ലീഷിലായാലും അങ്ങനെയുള്ള നോവൽസ് ഉണ്ട്, വിഷ്വലൈസിങ് എഫക്റ്റ് കൊണ്ടുവരുന്ന നോവൽസ് ഉണ്ട്. പിന്നെ ചില കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആകണമെന്നില്ല. ഇപ്പൊ പഴയ, അതായത് പുരാതനമായിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് പഴയ കാലത്തെ രാജാക്കന്മാരുടെ കഥകളൊക്കെ നമ്മൾ പഴശ്ശിരാജ എന്ന് പറയുന്ന അതൊരു നോവലാണ്, സർദാർ കെ എം പണിക്കരുടെ നോവലാണ് കേരള സിംഹം. അപ്പോ അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ നോവലില് പറയുന്ന കാര്യങ്ങള് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതത്തെ കുറച്ച് ടച്ച് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ ഇത് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ആ ഒരു സിനിമ നമ്മൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. കാരണം അദ്ദേഹം ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. ആ നോവല് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അതാണ് ഡിഫറൻസ്. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു മൂവിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ ചിത്രത്തിന്റെ രൂപത്തിലോ നമ്മൾ അത് കാണുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് കൂടുതൽ പതിഞ്ഞിരിക്കും. ഇനി വിഷ്വലൈസിങ് എഫക്റ്റ് തരുന്ന ചില കാര്യങ്ങൾ, ചില നോവൽസോ അല്ലെങ്കിൽ സ്റ്റോറീസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നതാണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫിലിംസ് ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും അല്ലെ. നിങ്ങൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് എന്തായാലും ഒരു ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോറിയോ എന്തെങ്കിലും ഒരു നോവലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തന്നെ സിനിമയുടെ ഒരു ആവിഷ്കാരം ഉണ്ടാവും, അത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കോളേജിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് അങ്ങനെ? കോളേജിലെ മൂവീസ് ഒന്നും നിങ്ങളെ കാണിച്ചിട്ടില്ലേ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്? ആരെയും കാണിച്ചിട്ടില്ല? +2 കണ്ടിട്ടുണ്ട് മാം. ഏതാണ്? ഏത് മൂവിയാണ് കാണിച്ചത്? ഇംഗ്ലീഷ് മൂവിയാണ്, പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് അത് കാണിക്കാനുണ്ടായ കാര്യം? അത് നമുക്ക് പഠിക്കാനുള്ള കഥയാണ്. ഇംഗ്ലീഷ് സെക്കൻഡിൽ അങ്ങനെ എന്തോ ആണ്, ഓർമ്മയില്ല. ഇംഗ്ലീഷിലൊരു ചാപ്റ്റർ ആണത്. പക്ഷെ അതിന്റെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ലാസ്റ്റ് ടൈം അങ്ങനെയാണ്. അപ്പൊ അവർക്ക് അത് വലിയൊരു പാടാ, അത് എടുത്ത് നോക്കാൻ ടൈമില്ല, അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ സിനിമ ഉണ്ട്, കൊണ്ട് കാണിച്ചു തരാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് സ്റ്റോറി നന്നായിട്ട് മനസ്സിലാവും. പാഠം നമ്മളിങ്ങനെ വലിച്ചു നീട്ടി എടുക്കേണ്ട കാര്യമില്ല പറഞ്ഞിട്ട് ക്ലാസ്സിൽ പ്രൊജക്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടാ കാണിച്ചു തന്നത്. പക്ഷെ കണ്ടിട്ട് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത് അതിലും വലിയ കോമഡി. അത് എന്താ പറയാ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നല്ല അവാർഡ് മൂവി. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇല്ലാതെ ഭയങ്കര സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു മൂവി ആയിരുന്നു. ചെറിയ ഒരു ഔട്ട്ലൈൻ മാത്രം കിട്ടിയല്ലാതെ എന്താ കറക്റ്റ് സ്റ്റോറി ഒന്നും അന്നേരം മനസ്സിലായിട്ടും ഇല്ല സത്യം പറഞ്ഞ. പിന്നെ അത് അത്ര ഓർമ്മയിലില്ല. അതിനുശേഷം എന്താ അതിനെ കുറിച്ച് പറഞ്ഞതൊന്നും മറന്നുപോയി സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാനൊരു മൂവി കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവിയുടെ പേര് പഥേർ പാഞ്ചാലി എന്നാണ്. അതായത് ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു നോവല് തന്നെ അവര് ചെയ്തിരിക്കുകയായിരുന്നു.
വിഷ്വലൈസ് ചെയ്തതാണ്. അപ്പോ ആ മൂവി, ആ നോവലാണ് ഞങ്ങൾ ആദ്യം വായിച്ചിട്ടുണ്ടായിരുന്നത്. ആ കഥ ഞങ്ങൾ വായിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര്. പക്ഷെ അത് കുറച്ചും കൂടി അവിടെ ക്ലിക്ക് ആയില്ല. കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്ലിക്ക് ആവണമെന്നില്ല. ധാരാളം, അതായത് ആ ഒരു കഥയുടെ സാരാംശം എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. കാരണം ആ ഒരു നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്, എന്തൊക്കെ കസ്റ്റംസ് ആണ് അവിടെ നിലനിന്നിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ മൂവി നമ്മൾ കണ്ടപ്പോൾ അതിനകത്ത് കൂടുതലും ആ മൂവിയിൽ ഉണ്ടായിരുന്നത് ട്രെയിൻ ആയിരുന്നു. ട്രെയിൻ ആണ് കൂടുതലും കാണിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ട്രെയിനിന്റെ ഒരു ഫ്ലാഷ് വരുമായിരുന്നു, അല്ലെങ്കിൽ ആ ട്രെയിനിന്റെ ചിത്രം ഇടയ്ക്കിടയ്ക്ക് ആ മൂവിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു എന്തുകൊണ്ടായിരിക്കും ട്രെയിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സീൻ കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ ട്രെയിൻ കാണിക്കുകയാണ്, പിന്നെ വേറൊരു സീൻ കഴിഞ്ഞിട്ട് കുറച്ച് വീണ്ടും ട്രെയിൻ കാണിക്കും. എന്തുകൊണ്ടാണ് ട്രെയിൻ കാണിച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആർക്കും പറയാൻ പറ്റുന്നില്ല. ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലെ? പലർക്കും മിസ് കണ്ടിട്ടുണ്ട്. എനിക്ക് ആ കുട്ടി ഡാൻസ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് എനിക്ക് മനസ്സില്. മഴയത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന അതാണ് എന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് മറന്നുപോയി സത്യത്തില്. മറന്നുപോയി അല്ലേ? അതായത് ട്രെയിൻ കാണിക്കുന്നു ഞാൻ പറഞ്ഞത് ആ കാലഘട്ടത്തിലാണ് ട്രെയിൻ ഓടി തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ട്രെയിൻ, അതായത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നല്ലോ ട്രെയിൻ, ആദ്യമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലോ. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ആ ഒരു ഇത് കാണിച്ചുകൊണ്ട്, ആ കാലഘട്ടത്തിന്റെ ചിത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അതായത് പല പല മൂവീസ് നമ്മൾ കാണുമ്പോൾ ആ കാലഘട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുന്നോ അത് സംവിധായകനെ വിളിച്ചു പറയാനുള്ള ഒരു മീഡിയം കൂടിയാണ് ഇത് സിനിമ എന്ന് പറയുന്നത്. ഒരു സിനിമയ്ക്കും, അതായത് നല്ല നല്ല സിനിമകളുണ്ട് അല്ലെ? സാധാരണ ചാർലി ചാപ്ലിന്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? കാണിക്കുമായിരുന്നു നമ്മള് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ കാണിക്കുമായിരുന്നു. അത് കൂടുതൽ ചിരിക്കാനാണ് ഉണ്ടാവുക അല്ലെ? അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ചിരിപ്പിക്കുക എന്നുള്ളത് ആളുകളെ. അപ്പൊ അതാണ് അതിലൂടെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല സിനിമകൾക്കൊക്കെ ഓരോരോ കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, ആ കണ്ടന്റ് ആളുകളോട് പറയാനായിട്ട് ഡയറക്ടർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത് സിനിമ എന്ന രൂപത്തിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഏത് സിനിമ എടുത്ത് നോക്കിയാലും അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനകത്തൊരു ഇഷ്യൂ ഉണ്ടാവും, സോഷ്യൽ ഇഷ്യൂ ഉണ്ടാവും. അത് നമ്മളോട് അയാൾക്ക് പറയണം. അത് പൊതുജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലെ ചിത്രങ്ങളിലൂടെയും ചാർട്ടുകളിലൂടെയും ഫിലിംസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് എന്ന് പറയുന്ന ആ ഒരു രീതി കേട്ടോ. ഇനി അടുത്തത് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. അത് നോക്കാം നമുക്ക് എന്താണെന്ന്. അതായത് ഇവിടെ ടീച്ചർ എന്ത് ചെയ്യാണ്? കുറെ കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്നു. ഞാൻ ചുരുക്കമാണ് കേട്ടോ എന്റെ പറയുന്നത്. കുറെ കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്നു. അത് വേണമെങ്കിൽ ടീച്ചർ ബോർഡിൽ എഴുതാം. ഇത് കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? എഴുതിയെടുക്കുന്നുണ്ട് അല്ലെ? നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുന്നു? എഴുതിയെടുക്കുന്നു. ദെൻ കുട്ടി അത് പഠിക്കുന്നു. ഇനി പഠിച്ച കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക നോട്ട്ബുക്കിൽ എഴുതിയെടുത്തപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ മറ്റുണ്ടെങ്കിൽ ടീച്ചർ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും, തിരുത്തി കൊടുക്കും. ഈ ഒരു സംവിധാനമാണ് റൈറ്റിംഗ് ആൻഡ് റീഡിംഗിലുള്ളത്. ഇതിലൂടെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കാരണം കുട്ടി എഴുതുക കൂടിയാണ് ചെയ്യുന്നത് അല്ലെ? ടീച്ചർ പറയുന്ന കാര്യം കുട്ടി കേൾക്കുന്നുണ്ട്, നോട്ട്ബുക്കിൽ എഴുതുന്നുണ്ട്, അത് വായിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും തെറ്റുകൾ അതിനകത്തുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാൻ കൂടി ടീച്ചർ റെസ്പോൺസിബിൾ ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രാവശ്യം ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റിവിഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ പഠിക്കുന്നതിൽ ധാരാളം ടെക്നിക്സ് ഉണ്ട് നമ്മൾ ഫോർത്ത് വെക്കാനായിട്ട്. ഒന്ന് റിവൈസ് ചെയ്യുക, അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ 2-3 പ്രാവശ്യം വായിച്ചതിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം എന്ത് ചെയ്താൽ മതി, ഒന്ന് എഴുതി നോക്കിയാൽ മതി, പിന്നെ അത് മറക്കില്ല കേട്ടോ.
ഒന്ന് ചെയ്തു നോക്കുക. ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ ഇതിനകത്ത്? നിങ്ങളിപ്പോ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? ആരെങ്കിലും എഴുതി നോക്കാറുണ്ടോ പഠിച്ചതിന് ശേഷം? ചെയ്യുന്നുണ്ട്, നല്ല കാര്യം കേട്ടോ. ഒന്ന് ചെയ്തു നോക്കാം. കാരണം അതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ട്. നമ്മൾ പിന്നീട് അത് മറക്കില്ല. അതുപോലെ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചാൽ മതി. വായിച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം നമ്മുടെ ഭാഷയിൽ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല. അതുപോലെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലെക്ചർ നോട്ട് എഴുതുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അല്ലെ? എത്ര പേര് ലെക്ചർ നോട്ട് എഴുതിയിട്ടുണ്ട് കൂട്ടത്തില്? ലെക്ചർ നോട്ട്സ് ഇപ്പോഴും എഴുതുന്ന ആളുകളുണ്ടോ? ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതുന്ന ആളുകളുണ്ടോ? ഞാൻ പറയുന്ന കാര്യം ഉണ്ടല്ലേ? ഓക്കെ. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മൊത്തമേ അല്ല എഴുതി വെക്കുന്നത് അല്ലെ? ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യും നിങ്ങള് ഒരു കുറിപ്പായിട്ട് ഷോർട്ട് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, എന്റെ റെക്കോർഡ് ക്ലാസ് വീണ്ടും കാണേണ്ട ആവശ്യമില്ല. ആവശ്യം വരുന്നുണ്ടോ? പിന്നെ വരുന്നുണ്ടോ? റെക്കോർഡ് ക്ലാസ് കാണണ്ട. കാരണം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എന്ത് ചെയ്തു, ഷോർട്ട് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതൊന്ന് നോക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് പഠിക്കാൻ. ഈ ഒരു PDF-ഉം ഞാൻ പറഞ്ഞ ലെക്ചർ ബേസ്ഡ് കാര്യങ്ങളും എന്ത് ചെയ്താൽ മതി നോക്കിയാല് നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. വലിയ വലിയ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്നവരൊക്കെ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. കാരണം ഒരു കൂടുതൽ നേരം എന്ത് ചെയ്യാണ്, വായിക്കുക ചെയ്യുക. കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്കൂൾ ടൈപ്പ് അല്ല, സ്കൂൾ ടൈപ്പിലും അങ്ങനെ ഉണ്ട്. എന്നിരുന്നാൽ കൂടി സ്കൂൾ ടൈപ്പിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് എന്താണ്, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ്. അല്ലാതെ വലിയ വലിയ എക്സാം, ഇപ്പൊ IAS പോലുള്ള എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ അല്ലെ? അവരൊക്കെ എന്താ ചെയ്യാ, നന്നായിട്ട് വായിക്കും, അവരുടേതായിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും. PSC പോലുള്ള എക്സാം അല്ലെങ്കിൽ UPSC പോലുള്ള എക്സാം, അങ്ങനെയുള്ള എക്സാമിനൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. വായിക്കും നന്നായിട്ട്, ദെൻ അതിന്റെ നോട്ടുകൾ അവര് സ്വയം പ്രിപ്പയർ ചെയ്യും. സ്വയം അവരുടെ ഭാഷയില്, അവരുടെ ലാംഗ്വേജിൽ അല്ലെ, അവരുടെ രീതിക്കാണ് എന്ത് ചെയ്യുക, നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. ചിലപ്പോൾ പുറത്തുനിന്ന് ഒരാൾക്ക് ചിലപ്പോൾ അത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്താൽ മതി, അത് വായിച്ച് നല്ല രീതിയിൽ മാർക്ക് കിട്ടിയാൽ മതി അല്ലെ? ഞാൻ +2 പഠിക്കുമ്പോൾ എന്റെ ഒരു എക്കണോമിക്സ് സാർ ഉണ്ടായിരുന്നു. എക്കണോമിക്സ് പഠിപ്പിച്ചിരുന്ന സാറുണ്ടായിരുന്നു. സാറ് എന്നോട് പറഞ്ഞൊരു രീതിയാണ്, അതായത് എക്കണോമിക്സിന് മാർക്ക് കുറഞ്ഞ ഒരു സമയത്ത് പറഞ്ഞാണ്, ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുറച്ച്, കാരണം കുറെ ഫോർമുലാസും കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, എനിക്കത് കിട്ടുന്നില്ല, പല പല ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ, എനിക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്നോട് സാറ് പറഞ്ഞു, നീ 2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്ക്, എന്നിട്ട് നീ ഒരൊറ്റ പ്രാവശ്യം ഒന്ന് എഴുതി നോക്കിയാൽ മതി, പിന്നെ ഈ ജന്മത്തെ മറക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനൊരു മെത്തേഡാണ് എന്ത് ചെയ്തത്, ഫോളോ ചെയ്ത് വന്നത്. അപ്പൊ എനിക്കത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു കാര്യം നമ്മൾ വായിക്കുന്നു, അങ്ങനെ തന്നെ അത് കോപ്പി ചെയ്യാതെ നമ്മുടേതായിട്ടുള്ള ലാംഗ്വേജിൽ എന്ത് ചെയ്യുന്നു, അത് എഴുതുന്നു. പിന്നെ നമ്മൾ എഴുതുന്ന രീതിക്കും ധാരാളം സവിശേഷതകളുണ്ട്. നമ്മളിപ്പോ ഒരു എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രോപ്പർ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഇതിനൊരു കണ്ടന്റ് വേണം, ഇതിനൊരു കൺക്ലൂഷൻ വേണം, പിന്നെ നമ്മുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് വേണം. ഇതുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതായത് ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പകർത്തി എഴുതാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായെന്ന് ലാസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, അതിന് വാല്യൂ ഉണ്ടാവുക. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ടോ? നിങ്ങള് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, ചെറിയ കുട്ടികളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, എന്നാലും അറിഞ്ഞിരിക്കുക, നമ്മൾ പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകണം, ദെൻ അതിനൊരു കണ്ടന്റ് വേണം, ദെൻ അതിനൊരു കൺക്ലൂഷൻ വേണം, ദെൻ നമ്മുടെ വ്യൂ പോയിന്റ്സ് വേണം. ഓക്കെ, ദാറ്റ് ഈസ് ഇനഫ്. അത്രയും മതി, കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ആ ഒരു രീതിയിലാണ് പോകുന്നത്. അങ്ങനെയാണ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ നമുക്ക് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോ ഇവിടെ പറയുന്ന രീതി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഷോർട്ട് നോട്ടുകളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ഈ ഒരു രീതിയിലാവുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാം, നന്നായിട്ട് റിവൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണ്ട, ലാസ്റ്റ് നമുക്ക് ആ ഒരു അങ്കലാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ പരീക്ഷ എടുക്കുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിൽ, എക്സാം എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം അതൊന്നും പഠിച്ചിട്ടില്ല, പെൻഡിങ് കിടക്കുന്നു, ക്ലാസ്സുകൾ കാണാൻ കിടക്കുന്നു, അങ്ങനെയൊക്കെ. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായിട്ടൊരു നോട്ട്സ് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കിയതിനു ശേഷം ഫൈനൽ റിവിഷൻ നടത്തിയാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ.
ഓക്കെ. അപ്പൊ ഈ ഒരു 3 രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് പഠിച്ചത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മെത്തേഡ് ഏതാണ്? വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. എന്തുകൊണ്ടാണ് മോളെ അങ്ങനെ പറയുന്നത്? വിഷ്വലായിട്ട് കാണുമ്പോൾ നമുക്കത് മറക്കാൻ പറ്റില്ല ലൈഫിൽ, പിന്നെ അത് മറക്കില്ല എന്നാണ് എൻ്റെ അത് കുഞ്ഞുനാളുകളിലൊക്കെ കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങള് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അത് എന്നും മനസ്സിൽ നിൽക്കും. അത് മറക്കാൻ സാധ്യത കുറവാണ്. മറ്റേത് എപ്പോഴും ഇങ്ങനെ പറയാണ്. അപ്പൊ നമ്മള് ഇമാജിൻ ചെയ്യാണ്, അത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ അറിയുന്നില്ല. ഇമാജിൻ ചെയ്ത് ഇന്നൊരു ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ, തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ എലിഫന്റ് എന്ന് പറയുമ്പോ ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ പറയണ 4 കാല്, തുമ്പിക്കൈ, 2 കൊമ്പ്, വലിയ ശരീരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിലും ഈ കൊച്ച് അങ്ങനെ ഒരു ഇമാജിൻ ആ കുട്ടി ഇങ്ങനെ വെക്കണേ. കറക്റ്റ് ആയിട്ട് എലിഫന്റിനോട് അത് യാതൊരു തരത്തിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. കുട്ടിയുടെ ഇമാജിനിൽ അങ്ങനെ ഒരു സാധനം ഉണ്ട്, പക്ഷെ അത് കാണുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ എലിഫന്റിനെ കാണിച്ചിട്ടാണ് ഇതാണ് എലിഫന്റ്, ഈ ഫോർ എലിഫന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുമ്പോൾ ആ കുട്ടിക്ക് എലിഫന്റ് എന്താന്ന് അറിയണേ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വിഷ്വലൈസിങ് ആ കുട്ടിക്ക് മനസ്സിലെന്നും അത് മായാൻ ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ തന്നെ നിൽക്കും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം ബാക്കിയുള്ളതിനേക്കാളും. ശരിയാണ്. അഭിനിഷ പറഞ്ഞത് ആന എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പറയാണ് കൊച്ചിനോട്, കറുത്ത ജീവിയാണ്, എന്താ പറയാ, വലിയൊരു തുമ്പിക്കൈ ഉണ്ട്, കൊമ്പുണ്ട്, കറുത്ത ഫുൾ ബ്ലാക്ക് ആണ് എന്നിങ്ങനെ കുറെ ഇങ്ങനെ പറയുന്നതിന് ഭേദം ഒരൊറ്റ പിക്ചർ അതിന്റെ കാണിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആവും അല്ലെ. നമ്മുടെ വായും പോവില്ല, അതുപോലെ തന്നെ കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ആ ഒരു രീതി ഏറ്റവും കൂടുതൽ നല്ലത്. കുഞ്ഞുമക്കൾക്ക് അത് തന്നെയാണ് നല്ലത്. എന്റെ അഭിപ്രായത്തിൽ അത് തന്നെയാണ് നല്ലത്. Then ഇനി അടുത്തത് ആർക്കാണ്? മിസ്സേ, ആ, എന്റെ അഭിപ്രായത്തിൽ 3ഉം വ്യത്യസ്ത രീതിയിൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നത്. കാരണം കുഞ്ഞു കുട്ടികൾക്കാണ് വിഷ്വലൈസിങ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. കാരണം പറയുകയാണെങ്കിൽ എന്റെ കൊച്ചു 1ാം ക്ലാസ്സിൽ പഠിക്കാണ്. അപ്പൊ ഞാൻ അവനക്ക് ഈ വൈൽഡ് ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ് മിസ് ഇങ്ങനെ എഴുതി പഠിപ്പിക്കുകയാണ് ചെയ്യുന്നുള്ളൂ അവരുടെ സ്കൂളിൽ. മോണ്ടിസോറി സിസ്റ്റം അല്ല. അപ്പൊ ഞാൻ അവനക്ക് മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇതാണ് വൈൽഡ് ആനിമൽസ്, ഡൊമസ്റ്റിക് ആനിമൽസ്, പെറ്റ് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോ പുള്ളിക്കാരന് കുറച്ചും കൂടെ മനസ്സിലായി. അവൻ തന്നെ എഴുതാൻ തുടങ്ങി. ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ അവന് എഴുതാണ് ഈ കൗ, ഗോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലാണ്ട് മിസ്മാരിങ്ങനെ പറഞ്ഞു കൊടുക്കണേ ഉള്ളൂ. ഇവരുടെ സ്കൂളിൽ അങ്ങനെയായിരുന്നു, മോണ്ടിസോറി അല്ലാത്തായിരുന്നുണ്ട് വിഷ്വലൈസിങ് ഒന്നും ഉണ്ടായില്ല. എന്റെ അഭിപ്രായത്തിൽ കുഞ്ഞു കുട്ടികൾക്ക് വിഷ്വലൈസിങ് ആണ് കുറച്ചും കൂടി നല്ലതെന്നാണ് തോന്നുന്നത്. എന്റെ മോനുണ്ടായ ഒരു അനുഭവം പറയാം ടീച്ചറെ. എന്റെ ചെറിയ ആള്, അവൻ 3 വയസ്സ് വരെ, അവൻ ജനിച്ചു 3 വയസ്സ് വരെ അവൻ കോഴിയെ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടിലും വീടിന്റെ തൊട്ടിലൊന്നും അങ്ങനെ കോഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവൻ ഈ 3 വയസ്സ് വരെ അവന് കോഴിയെ കണ്ടിട്ടില്ല. അപ്പോ ഇവന് കാണാത്ത ഒരു സാധനം കോഴി ആയതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഞങ്ങൾ ഇവനെ ഉറങ്ങിയില്ലെങ്കിലോ ഭക്ഷണം കഴിക്കാനൊക്കെ ഷാഡിങ് കാണിക്കുമ്പോൾ, പക്ഷെ ഇതിന്റെ ശബ്ദം അവന് കേൾക്കാം. കോഴിയുടെ ശബ്ദം കേട്ടിട്ടുണ്ട്, പക്ഷെ കോഴിയെ കണ്ടിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഇവനെ നമ്മൾ ഉറങ്ങാനൊക്കെ കിടത്തുമ്പോൾ ഉറങ്ങില്ലായിരുന്നു. അപ്പോൾ ഈ കോഴി വരും എന്നൊക്കെ. അപ്പൊ ചിലപ്പോൾ എവിടെയെങ്കിലും ഈ കോഴിയുടെ സൗണ്ട് കേൾക്കണമെങ്കിൽ ഭയങ്കര പേടിയാണ്. അപ്പൊ വേഗം കിടന്ന് ഉറങ്ങും. പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല, ഒച്ച ഒന്നും ഉണ്ടാവില്ല. ആ സൗണ്ട് കേട്ടാൽ ഭയങ്കര പേടിയാണ്, ചിലപ്പോൾ കരയും, അങ്ങനെ ഉറങ്ങുകയൊക്കെ ചെയ്യും. കോഴി എന്ന് പറഞ്ഞാൽ പേടിക്കുന്നു, അതുവരെ കാണാത്തത് കൊണ്ട്. അപ്പൊ അംഗനവാടിക്ക് പോവാൻ തുടങ്ങിയപ്പോഴാണ്, ആ അംഗനവാടി പോകുന്ന സമയത്ത് അവന്റെ അംഗനവാടിയുടെ തൊട്ട് വീടുകളിലൊക്കെ നിറയെ കോഴിയുണ്ട്. അപ്പൊ പോകുന്ന റോഡിൽ നിറയെ കോഴികളാണ്, പൂവൻ കോഴികളും പെടക്കോഴികളൊക്കെ നിറയെ ഉണ്ട്. അപ്പൊ അവൻ അങ്ങനെ ഫസ്റ്റ് അംഗൻവാടിക്ക് പോകുന്ന സമയത്താണ് ഈ കോഴിയെ കാണുന്നത്. അപ്പോ ഇവൻ ഇത് കണ്ടപ്പോ എന്നോട് ഇതെന്താ, ഇതിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനിയിപ്പം റോട്ടിൽ വെച്ച് കരഞ്ഞാലോ എന്ന് വെച്ചാൽ അവന് കോഴി വെച്ച് പേടിയില്ല. അപ്പൊ എനിക്ക് ആദ്യം ഇത് പറയാൻ പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് കോഴി എന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനോ അങ്ങനെ ഒന്നും കണ്ടില്ല. അല്ലെങ്കിൽ കോഴി എന്ന് പേര് കേട്ടാൽ തന്നെ ഇവൻ കരയുന്ന കുട്ടിയാണ്. അവൻ ഒരു ഭാവമാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് കോഴി, ഇത് പൂവൻ കോഴിയാണ്, അതിന്റെ ഇതിൽ കണ്ടോ, പൂവ് കണ്ടോ, ഇതാണ് പൂവൻ കോഴി, ഈ കോഴിയുടെ സൗണ്ടാണ് കുഞ്ഞൂസ് എപ്പോഴും വീട്ടിൽ കേൾക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവന് ഒരു ഭാവമാറ്റം. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞൂസ് എന്താ പേടിയില്ലാത്തത്, കോഴി എന്ന് പറഞ്ഞപ്പോ എന്താ പേടി, അല്ലെങ്കിൽ കരയില്ല, എന്താ പേടി? ഇപ്പൊ
അവൻ പറയാ ഇത് കോഴിയല്ല, ഇതിന്റെ പേര് വേറെയാണ്, ഇത് കോഴിയല്ല എന്ന്. അപ്പം നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവൻ ഇത് കാണാത്തത് കൊണ്ട് അവന്റെ മനസ്സിലുള്ള ഇമാജിനേഷൻ എന്താണെന്ന് അറിയില്ല കോഴിയെ കുറിച്ച്. അവന്റെ സങ്കല്പത്തിലുള്ള രൂപം, കോഴിയുടെ രൂപം എന്താണെന്നുള്ളത് അറിയില്ലല്ലോ. അവനത് കോഴിയാണെന്ന് അംഗീകരിക്കാൻ ഒരുപാട് സമയമെടുത്തു. ദിവസം അത് കാണാൻ തുടങ്ങി. ദിവസം ഇത് കാണുമ്പോഴും ഇവൻ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെന്താണ്, ഇതിന്റെ പേരെന്താണ്? അപ്പൊ ഞാൻ കോഴി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ അത് അംഗീകരിക്കില്ല. ഇത് കോഴിയല്ല, ഇതിന്റെ ശരിയായ പേര് പറഞ്ഞു തരൂ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഇതാണ് കോഴി. അപ്പൊ നമ്മൾ കാണുന്നവരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് ദിവസം കണ്ട് 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 അപ്പൊ ആ കോഴിയുടെ രൂപവും ആ ശബ്ദവും അത് നടക്കുന്നതും ഒക്കെ അത് മനസ്സിൽ പതിയാൻ തുടങ്ങിയ, കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ കുറച്ചായിട്ടാണ് അവൻ അത് കോഴിയാണെന്ന് അംഗീകരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ അവനെ കോഴി, അപ്പൊ അത് എന്ന് കണ്ടോ അന്ന് മുതൽ അവൻ അതിനെ പേടിയില്ല. ഇപ്പൊ അതിന്റെ ശബ്ദം കേട്ടാലും അത് അവൻ എന്നോട്ട് അംഗീകരിച്ചു തുടങ്ങി അതാണ് കോഴി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവന് കോഴിയെ പേടിയില്ല. ഇപ്പൊ അവന് പൂവൻ കോഴി, പെടക്കോഴി, ഇപ്പൊ കാര്യങ്ങളായി. ഇപ്പൊ അവനെ അതിനെ പറ്റി അറിയാനുള്ള ക്യൂരിയോസിറ്റി കൂടുതലാണ്. ഇപ്പൊ ദിവസം അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചോദിക്കും ഈ പൂവൻ കോഴി എന്താ ചെയ്യാ, പെടക്കോഴി എന്താ ചെയ്യാ, നമ്മളെ അവൻ അങ്ങനെയുള്ള ചിന്തകളാണ്. അപ്പൊ ഇത്രയും നാളും നമ്മൾ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഒരു ദിവസം അവൻ ചോദിച്ചു, അപ്പൊ ഇത്രയും നാളും അമ്മയും അമ്മമ്മയൊക്കെ എന്നെ പറ്റിച്ചതാണല്ലേ അവൻ ചോദിക്കാറുണ്ട്. അപ്പൊ കോഴി നമ്മളെ ഒന്നും ചെയ്യില്ല. അപ്പൊ അവൻ എന്തോ ഒരു വലിയൊരു ഭീകര രൂപമായിട്ടായിരിക്കും അതിനെ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ടാവുക ഈ കോഴി എന്ന് പറഞ്ഞപ്പോ. അത് നേരിട്ട് കണ്ടപ്പോൾ അതൊന്നും ഇല്ല എന്ന് അറിഞ്ഞപ്പോ അവന് തന്നെ അത് മനസ്സിലായി. അപ്പൊ അവനെ പറ്റിക്കാൻ വേണ്ടി നമ്മളത് പറഞ്ഞതാണ്, അവനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നുള്ള ഒരു കാര്യം അവനത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഭയങ്കര അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ആൾക്ക്. ഏത് കോഴിയാ മുട്ടയിടുന്നത്, ഏത് കോഴിയാ മുട്ടയിടുക. അപ്പൊ ദിവസം ഇതിനെ കാണുമ്പോൾ അവന് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദിവസം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. ഏത് കോഴിക്കാ തലയിൽ പൂവുള്ള കോഴിയുടെ പേരെന്താ. ഇപ്പൊ നമുക്ക് അവൻ പറഞ്ഞു തരും. അതിന്റെ തലയിൽ പൂവ് കണ്ടോ, അതുകൊണ്ട് അത് പൂവൻ കോഴിയാണ്, അത് മുട്ടയിടില്ല, പൂവൻ കോഴി ആണാണ്, പെടക്കോഴികളാണ് മുട്ട തരിക എന്നൊക്കെ അവൻ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഇനി മൺഡേ കാണാം കേട്ടോ. ബാക്കി കാര്യങ്ങള് മൺഡേ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.